നമ്മുടെ ലഹരി വിരുദ്ധ പോരാട്ടം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. 14 ജില്ലകളിലൂടെ 30 ദിവസം നടത്തിയ യാത്ര വലിയൊരു സമ്മേളനത്തോടെ കോഴിക്കോട് സമാപിച്ചു. നമ്മുടെ പകൽഗാമിലുണ്ടായ അപകടം കാരണമാണ് നമ്മൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ പറയാത്ത. അതിനുള്ള സാവകാശവും സന്ദർഭവും ഇതല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും ലഹരിക്കെതിരെയുള്ള പ്രത്യേകിച്ചും ഈ ലഹരിക്കെതിരെയുള്ള ഒരു അവബോധം കേരളത്തിൽ വേരുപിടിക്കാൻ ഈ യാത്ര കാരണമായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഒരുപാട് പാട്ടുകളുമൊക്കെ ഇറങ്ങുന്നു. അത്ര ഒരു പാട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധ ഗാനം മധു ബാലകൃഷ്ണൻ പാടി ഇപ്പോൾ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. സതീശൻ കോളിയാട്ടാണ് ദൗത്യം എന്ന ആൽബത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഷിജു ആർ കാനായിയാണ് ഇതിൻ്റെ രചന, വിനിയാണ് സംഗീത സംവിധായകൻ. അപ്പം മധു അതിനെക്കുറിച്ച് പറയുന്നത് ആദ്യം കേൾക്കാം, എന്നിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് കൂടി പോകാം. നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഞാനിവിടെ എറണാകുളത്തെ മെട്രോ സ്റ്റുഡിയോയിൽ നിൽക്കുന്നത്. കാലം ആവശ്യപ്പെട്ട ഗാനമാണിത്. നാടിൻ തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ, കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി. നാടിൻ തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ, കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി. ഉണർന്നെണീക്കുക, കരം പിടിക്കുക, പ്രതിവിധി പ്രതിരോധത്തിൽ പകച്ചിടാതെ അണിചേർന്നിടുക അവബോധം പ്രതിരോധം. പുകഞ്ഞു തീരില്ലെന്ന് നെഞ്ചിൽ തൊട്ട് പറയാം. നിനക്കു വേണ്ടി എനിക്കു വേണ്ടി നാടിനു വേണ്ടി പറയാം. കരിഞ്ഞു വീണു പലരും നമ്മുടെ കണ്ണിനു മുന്നിൽ നോവായി. വീണതിലേറ്റം കുട്ടികളെന്നത് മുറിവത് നെഞ്ചിൽ വ്രണമായി. പിടഞ്ഞെണീക്കുക, തളർന്നിടാതെ വൈകരുതേയാരും. നാമല്ലാതെ നമുക്കാരെ കൈകോർക്കാമീ നാടിനായി. ഓക്കെ, മധു ബാലകൃഷ്ണൻ പാടിയ ലഹരി മനോഭാവമുള്ളവരെ പ്രതിരോധിക്കാനുള്ള പാട്ടാണ്. ഇത്തരം പാട്ടുകളൊക്കെ ആളുകൾ ആസ്വദിക്കുക മാത്രമല്ല അർത്ഥം കൂടി മനസ്സിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.